Hi dears, good evening. Good evening. Hello. Good evening, ma'am. Good evening. എന്റെ സൗണ്ട് ഒക്കെ ഓഡിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? Yes. എവിടെ എല്ലാരും ആരെയും കാണുന്നില്ലല്ലോ. ഒരു ഡാർക്ക് സ്ക്രീൻ ആണല്ലോ എവിടെ എല്ലാരും. വീഡിയോയിൽ വരൂ മാക്സിമം ആളുകൾ. നമ്മൾ എപ്പോഴും സെഷൻ തുടങ്ങുന്ന സമയത്ത് പറയാണ് ഒരു പതിവ് പോലെ ഒരു പല്ലവി പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണല്ലേ. വീഡിയോയിൽ വരൂ എന്ന്. അപ്പൊ മാക്സിമം പറ്റുന്നവർക്കൊന്ന് വീഡിയോയിൽ വരൂ കേട്ടോ. പറ്റുന്ന ആളുകൾ ഷഹബാനത്ത് ഈ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പല തിരക്കിലായിരിക്കാം, എന്നാലും പറ്റുന്ന ആളുകൾക്കൊന്ന് വീഡിയോയിൽ വരാം. ആൻഡ് സ്റ്റേ ടിൽ ദ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ലാസ്റ്റ് വരെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഒന്ന് രണ്ട് എന്താ പറയാ ചെറിയ ഒരു സർപ്രൈസ് കാര്യങ്ങളൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ ഉണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ സെഷൻ വരെ നിങ്ങൾ സ്റ്റേ ചെയ്യുക. യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആർക്കെങ്കിലും ഇപ്പൊ ഈ ഓക്കെ മാക്സിമം ആളുകൾ പറ്റുന്നവർക്ക് വീഡിയോയിൽ വരാം കേട്ടോ. എന്തായിരുന്നു ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ടോപ്പിക്കിന് ഞാൻ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു വോയിസ് ഇട്ടു എന്നല്ലാതെ ഗ്രൂപ്പിൽ വേറെ പ്രത്യേകിച്ച് ഒരു എന്താണ് Emotional stability. ഇമോഷണൽ സ്റ്റെബിലിറ്റി. അതിന് പ്രത്യേകിച്ച് ഒരു റൈറ്റപ്പ് ഒന്നും ഞാൻ ഇത്തവണ വെച്ചിട്ടുണ്ടായിരുന്നില്ല ലിങ്കിന്റെ കൂടെ. അപ്പൊ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാവർക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് റൈറ്റപ്പ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാം മാക്സിമം ആളുകളൊക്കെ വരും എന്നുള്ളത്. അപ്പൊ ആളുകൾ പതിയെ കയറി വന്നോളും. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ എല്ലാവരും? റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കുക കേട്ടോ. ഒന്ന് ആക്റ്റീവ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ഇന്ററാക്ട് ചെയ്ത് പോവാ. റെഡി ആണെങ്കിൽ വിത്ത് ഫുൾ എനർജി ടൈപ്പ് യെസ് ഓർ റെഡി. ഒന്ന് യെസ് എന്നോ അല്ലെങ്കിൽ റെഡി എന്നോ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ. ഇത് ആരെങ്കിലും ഫസ്റ്റ് ടൈം എന്റെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ എന്ന് ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് ടൈം വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സെലീന സലീം ഐ എന്ന് പറയുന്നുണ്ട്, യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ അങ്ങനെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ ജസ്റ്റ് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, റിഫീന സിദ്ദിഖ്. ADN ടോക്സ് എന്ന് ഈ റീസെന്റ് പാരന്റിംഗ് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു പാരന്റിംഗ് കോച്ചാണ്, ഒരു സ്പിരിച്വൽ പാരന്റിംഗ് കോച്ചാണ്, അതേപോലെ തന്നെ ഒരു ഇമോഷണൽ വെൽനസ് കോച്ചും കൂടിയാണ്. അപ്പൊ എന്ത് പറയുമ്പോഴും എൻ്റെ ടോപ്പിക് അധികവും ഇമോഷണലി കണക്ട് ചെയ്താണ് പോകാറുള്ളത്. അപ്പൊ ഇവിടെയും ഇന്നത്തെ ടോപ്പിക്ക് ഞാനിങ്ങനെ നോക്കി എന്ത് ടോപ്പിക്ക് എടുക്കുക എന്നുള്ളത് നോക്കി ഇങ്ങനെ വിചാരിച്ചപ്പോഴും എനിക്ക് പെട്ടെന്ന് വന്നൊരു ടോപ്പിക്ക്, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ടാക്കിൾ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഇമോഷൻസ്. ആ ഇമോഷണലി സ്റ്റേബിൾ ആവാനാണ് പലപ്പോഴും ആളുകൾ പ്രയാസപ്പെടാറ്. ഇമോഷണലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഒരു മാക്സിമം എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും, ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതേസമയം ഇമോഷൻസിന് നമ്മുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി. അപ്പൊ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, ആദ്യം ഒന്ന് രണ്ട് പേരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, എന്താണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് പറഞ്ഞാൽ മതി. വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം ദിസ് സെഷൻ. അപ്പൊ എനിക്ക് ആ രീതിയിലേക്ക് ഒന്ന് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാലോ. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ നിന്ന്? Method of handling emotion. How to handle emotions and stay emotional or maintain emotional stability അല്ലെ? ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യട്ടെ തന്നെ. ഓക്കെ ഓക്കെ. ഇപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് സ്റ്റേബിൾ അല്ലാത്ത സമയത്ത് വാട്ട് ഹാപ്പൻസ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ അല്ലാത്ത സമയത്ത് വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യാന്ന് പറയുന്നില്ലേ? പല കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതെ ഇമോഷൻസിന്റെ പുറത്ത് എടുത്തു ചാടി ചെയ്യാന്നുള്ളത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ റിയാക്ടിങ് ആണ് സംഭവിക്കുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ.
അതേസമയം ഇമോഷണലി സ്റ്റേബിൾ ആവുക എന്ന് പറയുമ്പോൾ അവിടെ റെസ്പോണ്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് പല സിറ്റുവേഷൻസ് വരുമ്പോഴും അത് എപ്പോഴും 100% നോക്കി ആവണമെന്നില്ല, എന്നാലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഇമോഷണലി സ്റ്റേബിൾ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഇമോഷൻസിന്റെ റോൾ? എന്താ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇമോഷൻസ് എന്ന് പറഞ്ഞാല്, ഇമോഷൻസ് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, എനർജി ഇൻ മോഷൻ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഉള്ളിലൊരു എനർജി ഉണ്ട്, നമ്മളൊക്കെ ഉള്ളിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെ? ആ എനർജിയുടെ അല്ലെങ്കിൽ ആ എനർജിയുടെ അല്ല, ഒരു തരം അല്ലെ ടൈപ്പ് ഓഫ് എനർജിയുടെ മോഷൻ ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മളെ ഹോൾഡ് ചെയ്യുന്ന എനർജി എന്നല്ല, അല്ലെ? ഇറ്റ്സ് കൈൻഡ് ഓഫ് എനർജി ഈസ് ഇൻ മോഷൻ ആണ് എന്ത് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ഡെഫിനിഷനിൽ തന്നെ, ആ ഒരു എക്സ്പ്ലനേഷനിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഹാസ് ടു മൂവ്, അല്ലെ? ഇറ്റ് ഹാസ് ടു മൂവ്. അത് മൂവ് ചെയ്യേണ്ടതാണ്, മോഷൻ ചെയ്യേണ്ടതാണ്, മൂവ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഒരിടത്ത് കെട്ടിക്കിടക്കേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയാ അതിന് സ്വതന്ത്രമാക്കി വിടാ അല്ലെങ്കിൽ അനങ്ങാതിരിക്കേണ്ടതോ, അത് മൂവ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളിൽ നിന്ന് പലപ്പോഴും ഇമോഷൻസ് പല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ള ഓരോരുത്തരും ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്റെ ഇമോഷൻസ് എങ്ങനെയാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്, ഏത് രൂപത്തിലാണ് എന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഇമോഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഫോൾട്ടേ അല്ല. കാരണം മനുഷ്യനാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത് തന്നെ ആ ഒരു ഇമോഷണൽ കണക്ഷൻസും കൂടിയാണ്. അപ്പോൾ വി ഹാവ് ടു ഹാവ് ഇമോഷൻസ്. നമുക്ക് ഇമോഷൻസ് ഉണ്ടാവണം, വി നീഡ് ടു ഹാവ് ഇമോഷൻസ്, അല്ലെ? പക്ഷെ ലെറ്റ് ഇറ്റ് ഫ്ലോ. പക്ഷെ അതിനെ നമ്മൾ ഫ്ലോ ചെയ്യാൻ അനുവദിക്കണം, അല്ലെ? ആ ഇമോഷൻ ഒരിക്കലും, പലപ്പോഴും നമ്മൾ ഇമോഷൻസിനെ നമ്മൾ തന്നെ ഇമോഷൻ ആയിട്ട് അങ്ങ് മാറുക ചെയ്യാം. ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ പ്രത്യേക രൂപവും ഭാവമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇമോഷൻസ് ആയിട്ട് അങ്ങ് മാറും, അല്ലെ? എന്നിട്ട് ചിലപ്പോൾ നമ്മൾ അതിന് പല പേരുകളും, ഒരു സെക്കൻഡേ, നമ്മൾ തന്നെ ഇമോഷൻ ആയി മാറുക ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇമോഷൻസ് ഒരിക്കലും നമ്മളല്ല, നമ്മൾ ഒരിക്കലും ഇമോഷൻസ് അല്ല. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു, സ്റ്റോറി അല്ല, ഓക്കെ, സ്റ്റോറി അല്ല. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ, ലോട്ടസ് എന്ന് പറയുന്ന ആ ഒരു ചെടി, ആ ഒരു ഫ്ലവർ ചെടി വളരുന്നത് ശരിക്കും എവിടെയാണ്? ലോട്ടസ് വളരുന്നത് എവിടെയാണ്? കുളത്തിലാണെങ്കിലും അത് നിൽക്കുന്നത് വേരുറപ്പിച്ചിട്ടുള്ളത് ചെളിയിലാണ്, അല്ലെ? ചെളിയിലാണ്. ഇപ്പൊ അതിന്റെ ഇലകളും, അല്ലെ? ആ ഒരു ചെളി വെള്ളത്തിലാണ് അത് വേരുറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ ലോട്ടസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇറ്റ് റിമെയിൻസ് അൺടച്ച്ഡ് ബൈ ദ മഡി വാട്ടർ, അല്ലെ? ആ മഡി വാട്ടറിന്റെ അതിന്റെ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഇതളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എപ്പോഴും അൺടച്ച്ഡ് ആണ്. ഒരിക്കലും ലോട്ടസ് ഒരിക്കലും അതിനെ ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ അതിലാണ് സ്റ്റേ ചെയ്യുന്നത്, അല്ലേ? ഇതേപോലെ നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞ പോലെ മനുഷ്യന്മാരാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ചുറ്റുപാടിലാണ്, ഒരു സൊസൈറ്റിയിലാണ്, പല തരത്തിലുള്ള ആളുകൾക്കിടയിലാണ്. ആ ആളുകൾക്കിടയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റൽ ഇതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ആ എനർജിയെ, ആ ഇമോഷൻ നമുക്ക് ഫ്ലോ ചെയ്യാതെ നമ്മൾ അതിനെ പിടിച്ചു നിർത്താണ്, അല്ലേ? അപ്പൊ ഇത് ഈ ലോട്ടസ് ചെളിയിൽ വളരുന്ന പോലെ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്സ് ചിലപ്പോൾ എന്തും ആവാം. അവിടെ അതിനോട് നിങ്ങൾ എങ്ങനെ റിലേഷൻഷിപ്പ്, ഇമോഷൻസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് ഈ സെഷന്റെ എൻഡിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജസ്റ്റ് ഒരു സെഷനിലല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഓഫർ, ഒരു കാര്യം ഞാൻ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലേക്ക് സ്റ്റേ ടിൽ ദ എൻഡ് ഓഫ് ദി സെഷൻ, അവസാനം വരെ നിങ്ങൾ സ്റ്റേ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അതോടുകൂടി ഒട്ടി നിൽക്കുമ്പോഴാണ്, അതിലായി നിൽക്കുമ്പോഴാണ് നമ്മൾ അതായി മാറുന്നത്, ഇമോഷൻസ് ആയിട്ട് മാറുകയാണ്. ആ ഇമോഷൻസ് ആയിട്ട് മാറിയിട്ട് ആ ഇമോഷൻ എന്താണ് അതേപോലെ നമ്മുടെ രൂപവും, അല്ലെ? ചിലപ്പോൾ സാഡ് ആണെങ്കിലും വളരെ ഗ്ലൂമി ആയിട്ട്, അല്ലെ? തലയൊക്കെ താത്തി ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ മാറി. അതേസമയം ആങ്കർ ആണെങ്കിലോ ദേഷ്യമാണെങ്കിലോ ആ കണ്ണുകളൊക്കെ തുറത്തി, ആ രീതിയിൽ നമ്മൾ അതായിട്ട് മാറുക പലപ്പോഴും ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ആ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇമോഷണലി അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയപ്പോൾ പഠിച്ചത് വേറെ കുറെ കാര്യങ്ങളാണ്.
അത് പഠിക്കേണ്ടാത്തതല്ല, പഠിക്കേണ്ടത് തന്നെയാണ് പഠിച്ചത്. മാത്സ് ആയാലും ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും ജിയോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊരു ലൈഫ് സ്കില്ലാണ്. ഹാൻഡ്ലിങ് ഇമോഷൻസ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഏറ്റവും വലിയൊരു സ്കില്ലാണ്, ഒരു സോഫ്റ്റ് സ്കില്ലാണ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. പക്ഷെ അത് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പലപ്പോഴും പലരും വീട്ടിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പലരും അത് വീട്ടിൽ നിന്നായാലും അതുകൊണ്ട് തന്നെ അത് അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എമോഷൻസ് എന്നെ കൺട്രോൾ ചെയ്യാണോ എന്നുള്ളത് പോലും പലർക്കും മനസ്സിലാകാൻ പറ്റാത്ത അവയർനെസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പലപ്പോഴും ആ അവയർനെസ്സിലേക്ക് പോലും നമുക്ക് എത്താൻ പറ്റാത്ത ചില സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാറുണ്ട്. ഇത് മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ വരുന്നത് പലപ്പോഴും നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ട് കേട്ട അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്യണേ. അപ്പോ അധികവും നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മളിൽ ഫോം ചെയ്യുന്നത് നമ്മളെ ചൈൽഡ്ഹുഡിലാണ്. പിന്നീട് ആ പാറ്റേണുമായി പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു പാറ്റേൺ എനിക്ക് ഉണ്ട് എന്നുള്ളത്. ആ റിയാക്ട് ചെയ്യുന്ന മെത്തേഡ്, റെസ്പോണ്ട് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ. നമ്മളൊരു സ്റ്റോറി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഈ കാക്കയുടെ കയ്യിൽ നിന്ന് കുറുക്കൻ അല്ലായിരുന്നോ നെയ്യപ്പം കൊണ്ടുപോയ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ അതെ. എന്തുകൊണ്ടാണ് കുറുക്കൻ ആ നെയ്യപ്പം കിട്ടിയത്? കുറുക്കന്റെ മുഖസ്തുതി കേട്ടിട്ട് വായ തുറന്നു. കുറുക്കന്റെ മുഖസ്തുതി കേട്ടപ്പോ അന്ന് കാക്കയിൽ ഉണ്ടായ ഇമോഷൻ എന്ന് പറയാം, ഒരു ഇമോഷൻ അന്നപ്പോ ഉണ്ടായിട്ടുണ്ടാകും. കാക്ക രണ്ടാമതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതില് എന്താ പറയാ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആ നെയ്യപ്പം കുറുക്കൻ കൊണ്ടുപോവാണ്. പക്ഷെ രണ്ടാമത് അതിന്റെ സ്റ്റോറിക്ക് രണ്ടാമതൊരു ഭാഗം കൂടെ ഉണ്ട്. രണ്ടാമത് വീണ്ടും ഇതേ കുറുക്കൻ വന്ന സമയത്ത് കാക്ക എന്താ ചെയ്തത്? കാക്ക എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ നെയ്യപ്പം കാലിനടിയിൽ ഒതുക്കി വെച്ച ശേഷം പാട്ടുപാടി കൊടുത്തു. എന്ത് ചെയ്തു? ആ നെയ്യപ്പത്തെ സേഫ് ആക്കി. എന്നതിന് ശേഷം പക്ഷെ അവിടെ കാക്ക ഒന്ന് പോസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ തവണ പാട്ട് പാടുക എന്നുള്ളൊരു ഓപ്ഷന് മാത്രം ഏറ്റെടുത്ത് പെട്ടെന്ന് ചാടി അല്ലെ റിയാക്ട് ചെയ്യുക, അവിടെ റിയാക്ഷനാ. പക്ഷെ രണ്ടാമത്തെ കേസിൽ കുറുക്കൻ വീണ്ടും വന്നപ്പോ കാക്കയ്ക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. ഇതേപോലെ നമ്മുടെ ലൈഫൊക്കെ ചോയ്സസ് ഉണ്ട് നമുക്ക് ലൈഫിലൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും അറ്റ്ലീസ്റ്റ് മിനിമം 2 ഓപ്ഷൻസ് എങ്കിലും നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ പലപ്പോഴും റിയാക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ആ സമയത്തുള്ള ഇമോഷൻസിന്റെ മേലെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും ചിലപ്പോൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ കാക്കയ്ക്ക് ഈ നെയ്യപ്പം നഷ്ടപ്പെട്ടു പോയ പോലെ നമുക്ക് ഈ വിലപ്പെട്ട നമ്മുടെ ഹെൽത്ത് അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആവണോ? വേണം അല്ലെ? യെസ് ഓർ നോ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ. അപ്പൊ ഇവിടെ വോയിസ് കേൾക്കുന്നില്ല, ക്ലാരിറ്റി ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണ്? ബ്രേക്ക് ആയിപ്പോയി. ഇപ്പൊ നൗ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ലഗി ഒന്ന് പറയണേ. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇമോഷൻസുമായിട്ട് പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നമ്മള് വെള്ളത്തിൽ വീണിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരാൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ 2 റീസണാണ് അല്ലെ? നല്ല ശക്തമായ വെള്ളത്തിൽ ഒരാൾ ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് നീന്തറിയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വീണാൽ ആ അടിയൊഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങ് ഒലിച്ചു പോകും അല്ലെ, നീന്തറിയാത്ത ഒരാള്. അതേസമയം രണ്ടാമത്തെ ആൾ എന്താന്ന് വെച്ചാല് അയാള് അതിൽ നിന്ന് അയാൾക്ക് നീന്തൊക്കെ അറിയാം, പക്ഷെ അയാൾ കേറാൻ തയ്യാറല്ല, അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. പീപ്പിൾ ഡോണ്ട് ഡ്രോൺ ബിക്കോസ് ദേ ഫോൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ വീണു എന്നതുകൊണ്ട് മാത്രം ഒരാളും എന്താവില്ല, മുങ്ങിച്ചാവുകയോ ഒലിച്ചു പോവുകയോ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ടാണ്? ദേ ഡ്രോൺ ബിക്കോസ് ദേ സ്റ്റേ ദെയർ. ഒന്നുകിൽ അവിടെ സ്റ്റേ ചെയ്യാണ്, അല്ലെങ്കിൽ ദേ ഡോണ്ട് നോ അല്ലെ, എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല, എങ്ങനെ തിരിച്ചു വരാമെന്നോ അല്ലെങ്കിൽ നീന്താമെന്നോ അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതുപോലെയാണ് നമ്മളൊക്കെ ചിലപ്പോ ആഴക്കടലിലും കുത്തൊഴുക്കുള്ള വെള്ളത്തിലും ജീവിതത്തിലെ ലൈഫ് എന്ന് പറയുന്നതിന് അത്രയും ഒരു ചിലപ്പോ പല തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വരുന്ന ഒരു ഈ ഒരു യാത്രയിൽ ചിലപ്പോൾ പല സിറ്റുവേഷൻസ് വരും. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ നീന്താൻ പഠിക്കണോ അതോ കുത്തൊഴുക്കുകൾ വരുന്നുള്ളൊരു സംശയമില്ല. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല ചലഞ്ചസ് ഉണ്ടാകും, നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും.
അപ്പൊ ഞാൻ അതിൽ തന്നെ എങ്ങനെ സ്റ്റേ ചെയ്യണോ, അതോ ഞാൻ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ലോട്ടസിനെ പോലെ ഒട്ടാതെ ഇരിക്കണോ, ഇനി അതല്ല ഞാൻ നീന്തൽ പഠിച്ച് നീന്തി കയറണോ എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ നേരത്തെ കാക്ക നെയ്യപ്പം കളഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് തോന്നിയ പോലെ ചെയ്തിട്ട് പ്രതികരിക്കുകയും ചെയ്യാം. അപ്പോ പക്ഷെ ഇത് പെട്ടെന്ന് നടക്കോ? ഈ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഉള്ള പല ആളുകളും ഒരുപാട് ഇങ്ങനത്തെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ കടന്നു പോയവരായിരിക്കും. പക്ഷെ അതിൽ എന്നിട്ടും എത്രമാത്രം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാണ്ടാവും ഇപ്പോഴും നമുക്ക് ഇമോഷണലി അത്ര സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ കഴിയുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ശരിയല്ലേ? സത്യമല്ലേ? എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റും? 100% പറ്റുമോ? യെസ് ഓർ നോ? ഇല്ല. പറ്റൂല. നമ്മൾ ഇല്ല. മനുഷ്യന്മാരാണ്. ഞാൻ വീണ്ടും പറയാം, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പൊ അത് ഇതുപോലെയാണ്. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ നമ്മൾ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബാംബു ട്രീനെ കണ്ടിട്ടില്ലേ? ബാംബു ട്രീ വളരാൻ തുടങ്ങുന്നത് ഒരു 6-ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴാണ് അല്ലേ? അപ്പൊ നമ്മളും ഇമോഷണലി ഗ്രോ ചെയ്യാന്ന് പറയും. ഇമോഷണലി ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ഒരുപാട് സമയം എടുത്ത് നമ്മളെ റൂട്ട്സ്, നമ്മുടെ മൈൻഡ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക അല്ലേ? അപ്പോ ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാന്ന് അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അപ്പോ ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അവിടെ നമ്മളൊന്ന് പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ ഫാക്ടുകൾ പറയുന്നത് എന്താണെന്ന് അറിയാം, ഒരു 90% ഡിസിഷൻസും ഇമോഷണൽ ആണ്. ഞാൻ നേരത്തെ കാക്കയുടെ സ്റ്റോറി, കാക്ക പെട്ടെന്ന് തീരുമാനം എടുത്ത പോലെ നമ്മുടെ ലൈഫിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോയ്സസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളും നമ്മൾ ഈവൻ നമ്മുടെ എന്താ പറയാ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതായാലും ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതായാലും അപ്പൊ ഈ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയും വലുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ നമ്മളിത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരൊരു ലൈഫിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് അല്ലെ ഈ ഒരു പെട്ടെന്നൊരു റിയാക്ട് ചെയ്ത് ഡിസിഷൻ എടുക്കുക, അവരുടെ കരിയർ ആണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും അപ്പോൾ അതിലേക്ക് അവർ എത്തുമ്പോഴാണ് അവർക്ക് ലൈഫിൽ കൂടുതലായിട്ട് തങ്ങളുടെ ആ ചോയ്സ് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇഷ്ടം മാത്രമല്ല തങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തങ്ങളുടെ പാഷൻ അനുസരിച്ചൊക്കെ തിരഞ്ഞെടുക്കും. അതേസമയം പെട്ടെന്നൊരു ഇമോഷന്റെ പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എന്നാ പിന്നെ അതൊന്ന് ചെയ്ത് കളയാം, അതുവഴി ഒന്ന് പോയി നോക്കാം, അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ചെയ്തൂടെ, ആ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയാ പാരന്റ്സ് കമ്പല് ചെയ്യുമ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ പാരന്റ്സിനൊരു ഇമോഷൻ ഉണ്ടാവും മക്കളുടെ കാര്യത്തിൽ. മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഫാമിലിയിൽ വരുമ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ പാരന്റ്സിന് ഓരോ ഇമോഷൻസ് ഉണ്ട്. ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫിന് ഒരു ഇമോഷൻ ഉണ്ട്, ഒരു പൊസിഷൻസ് ചിലപ്പോൾ ഉണ്ടാവും, വൈഫിന് ഹസ്ബൻഡിന്റെ അടുത്ത് ഉണ്ടാകും. അപ്പൊ ഈ ഇമോഷൻസിന്റെ പുറത്തെടുക്കുന്നതാണ് പല 90% തീരുമാനങ്ങളും നമ്മുടെ ലൈഫിൽ എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത് അല്ലെ? അതേസമയം ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാതെ ഒരു 60%ഓളം അവർ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആകുന്നുണ്ടെന്നും ഈ സ്റ്റഡീസ് പറയുന്നുണ്ട്. അതേപോലെ പിന്നെ എന്താ പറയാ നമ്മൾ സ്ട്രെസ് കാര്യങ്ങൾ നമ്മുടെ അതിനൊക്കെ ഒരു പരിധി വരെ ഇമോഷണൽ സ്റ്റേബിൾ ആകുന്ന സമയത്ത് നമുക്ക് അതിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ സിറ്റുവേഷനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിനിടയിൽ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 100% ആകുന്നില്ല, 100% ആകുന്നില്ലെങ്കിൽ കൂടി അവിടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ അല്ലെ ഒരു ചിലപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചിലർക്ക് തീരുമാനം എടുക്കാൻ ഭയങ്കര ഡിലേ ആയിരിക്കും, ചിലർ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? തീരുമാനം എടുക്കാൻ ചിന്തിച്ച് എത്ര ആലോചിച്ചാലും തീരുമാനത്തിലേക്ക് എത്താത്ത, ആ സ്പേസ് വളരെ ലോങ് ആയി പോകുന്ന അങ്ങനത്തെ ആളുകളുണ്ടോ ഇവിടെ? ചിലർ പെട്ടെന്ന് തീരുമാനം എടുക്കും. ഞാൻ ഉദ്ദേശിച്ച ആ ഡിസിഷൻസ് അല്ല കേട്ടോ, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ വികൃതി കളിക്കുന്ന അങ്ങനത്തെ, പിന്നെ വേറെ എന്തെങ്കിലും ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാവുന്ന അങ്ങനത്തെ സിറ്റുവേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പൊ എന്തായാലും ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ ഒരു ഫ്രെയിം വർക്ക് നമുക്കൊന്ന് നോക്കാം. ഹൗ ടു മെയിൻറ്റെയിൻ, ഫയർചമം തുടക്കത്തിൽ പറഞ്ഞ പോലെ
എങ്ങനെ നമുക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, അങ്ങനെ ജസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സെഷനിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് പലപ്പോഴും ഇതൊന്നും അറിയാഞ്ഞിട്ടായിരിക്കില്ല. പലപ്പോഴും നമുക്കറിയാം എന്ത് ചെയ്യണം, പെട്ടെന്ന് പ്രതികരിക്കാൻ പാടില്ല, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് സിറ്റുവേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? സിറ്റുവേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? കയ്യിൽ നിന്ന് പോയി എന്ന് പറയൂ അല്ലെ? അപ്പൊ നമുക്കൊരു 5 ഫ്രെയിം വർക്ക് നോക്കാം, ഒരു 5 പില്ലേഴ്സ് നോക്കാം നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച്. അതിൽ നമ്പർ 1 എന്താണ്? എന്തായിരിക്കും? എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ അവയർനെസ് തന്നെയാണ് കേട്ടോ. അവയർനെസ് തന്നെയാണ്. പിന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പ്രശ്നമാകുന്നത് പ്രശ്നം എന്താണെന്ന് അറിയാത്തോണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് അറിയാത്തോണ്ടാണ് അവയർനെസ് എന്ന് പറയാം നമ്മൾ. അല്ല റീസൺ അറിയാത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ എൻഡിൽ നമുക്കൊരു ഇമോഷണൽ ചെക്കപ്പിന്റെ ഒരു ഇമോഷണൽ ചെക്കിങ്ങിന്റെ ഒരു പിന്നെ ഇന്നത്തെ സെഷൻ അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നില്ലേ, ശരിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കപ്പോഴാ ഒരാള് എല്ലാ രീതിയിലും മാറി എല്ലാം റെഡിയായി. അതിനേക്കാളും ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് അയാള് റിയലൈസേഷൻ ഉണ്ടായാൽ തന്നെ ഓൾമോസ്റ്റ് ട്രാൻസ്ഫോംഡ് ആയി. ലൈഫിൽ എല്ലാം മാറി മറിഞ്ഞ് അല്ലെ സ്വർഗതുല്യമായ ഒരു ജീവിതം ലഭിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് ആയി എന്നതിനേക്കാളും അയാൾക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ, എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ എനിക്കൊരു ഇമോഷൻസ് വരുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത്, അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ഫീൽ ആവും, എന്തൊക്കെയോ ഒരു ഫീലിംഗ് വരും അല്ലെ. ആ ഫീലിംഗ് എന്താന്ന് ചോദിച്ചാല് പറയാൻ പറ്റുന്നില്ല പലർക്കും. അതാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. നമ്മുടെ ഇമോഷൻസിന്റെ പേര് എന്താണ്, അതിന്റെ അല്ലെ എന്താണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റണം അല്ലേ. പലപ്പോഴും പലരും എന്താ ചെയ്യാന്നറിയോ, ഇമോഷൻസ് ആയിട്ട് മാറും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് ആ പേരിട്ടിട്ട് നമ്മൾ ആളുകൾ അഭിസംബോധന ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ചിലപ്പോ ഹസ്ബൻഡിനെ കുറിച്ച് വൈഫ് പറയാ, മക്കളോട് പറയാ കലിപ്പൻ അല്ലേ, കലിപ്പൻ, അങ്ങനെ പല പേരുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ആ ഇമോഷൻ ആയിട്ട് ആളെ തന്നെ മാറ്റാണ്. ആൾക്ക് ആ ഇമോഷൻ, ഞാൻ പറഞ്ഞു ഇമോഷൻ ഒരിക്കലും നമ്മളല്ല, നമ്മൾ ഒരിക്കലും ഇമോഷൻ അല്ല. ഇമോഷൻ നമ്മൾ ശരിക്കും ഒരു വീട്, ഒരു നമ്മൾ ഹോസ്റ്റ് ആണ്. ഇമോഷൻ അവിടുത്തെ ഗസ്റ്റ് ആണ്. വിരുന്നുകാരെ വിളിച്ച് വീട്ടിലിരുത്തി അല്ലെ, സൽക്കാരവും കഴിഞ്ഞു, ഫുഡും കൊടുത്തു, വീണ്ടും അവരവിടെ തന്നെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ വീണ്ടും വീണ്ടും അവരെ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്താ സംഭവിക്കുക? വീട്ടിലൊരു ഗസ്റ്റ് വന്നു, വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നിങ്ങൾ ആ ഗസ്റ്റിനെ വിടാതെ പിടിച്ച് പോവല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അല്ലെ, നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. ഒന്ന്, നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാവില്ല. 2, ഒരു സമാധാനം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ മാം എന്താ എങ്ങനെ പറയുന്നത്, വിരുന്നുകാരെ ഇഷ്ടല്ലേ എന്നല്ല ഞാൻ പറഞ്ഞ, ഒരു പരിധി കഴിഞ്ഞാൽ അല്ലേ ബുദ്ധിമുട്ടാവും. സത്യമാണ്. വിരുന്നുകാർക്ക് വീട്ടിൽ വരാം, അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അവരെ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെയാണ്. എന്നിട്ട് ആ വിരുന്നുകാരനല്ലേ നമ്മൾ തന്നെ അതായിട്ട് മാറുകയാണ്. ഇതേപോലെയാണ് ദേഷ്യം, അതേപോലെ തന്നെ ദേഷ്യം പോലെയുള്ള സങ്കടം പോലെയുള്ള ഇമോഷൻസ് നമ്മളിലേക്ക് വരും. അത് ആദ്യം പലരും പറയുന്നത് ഐ ആം ആംഗ്രി, ഞാൻ നേരത്തെ കലിപ്പൻ എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ നമ്മൾ അതായി മാറാന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഞാൻ ഇന്നതാണ്, പകരം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം ഉണ്ട്, അല്ലെങ്കിൽ ഐ ഫീൽ ആംഗ്രി എന്ന് പറയാം. അങ്ങനെ നമ്മൾ ആ ഒരു എനിക്ക് ദേഷ്യമാണ് ഇപ്പം വരുന്നത്, ദേഷ്യം തോന്നുന്നുണ്ട്, അതാണ് ഒരു ഫസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്ന പില്ലർ. രണ്ടാമത്തത് ആക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു വിസിറ്റർ ആണ്, അതൊരു ഗസ്റ്റ് ആണ്. നമ്മൾ ആ ഗസ്റ്റ് വന്ന വീടാണ് നമ്മൾ. ഒരിക്കലും ആ ഗസ്റ്റിനോട് ഫൈറ്റ് ചെയ്യാനോ ആ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാതിരിക്കുകയോ ആ ഗസ്റ്റിനെ അവിടെ പിടിച്ചു വെൽക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല.
ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, accept that, invite them. എന്നിട്ട് ലിസൺ ചെയ്യാം. അവർ വന്നത് എന്തെങ്കിലും ഒന്ന് പറയാനായിരിക്കും. നമുക്കൊരു സമയത്ത് ഒരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എവ്രി ഇമോഷൻ ഈസ് എ വിസിറ്റർ ആൻഡ് ഗസ്റ്റ് അല്ലെ. ഇറ്റ് ഹാസ് ടു സേ സംതിങ്. എന്തോ പറയാനുണ്ട് നമ്മളോട്, നമുക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ തരാനുണ്ട്. ആ ഇൻഡിക്കേഷൻ തരാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ലിസൺ ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ആങ്കറിന്, ഈ ദേഷ്യത്തിന്, ഈ ഒരു ഡിസ്ട്രസിന്, ഈ ഒരു സാഡ്നെസ്സിന്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഹാപ്പിനെസ് ആണെങ്കിൽ പോലും എന്താണ് എന്നോട് പറയാനുള്ളത് അല്ലേ? പലപ്പോഴും എന്തോ ഒന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അല്ലേ? മക്കളോട് ദേഷ്യം പിടിക്കുന്ന അധിക പാരൻസും നമ്മുടെ എന്തോ ഒന്ന് മറച്ചു വെക്കാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ. നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ മതി. മക്കളോട് പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നത് വാട്ട് ആർ യു ട്രൈങ് ടു ഹൈഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് അല്ലേ? ഒന്ന് നിങ്ങളൊന്ന് ആ സമയത്ത് എനിക്ക് ദേഷ്യമല്ല, ശരിക്കും ദേഷ്യമല്ല, എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമോഷൻ ദേഷ്യമല്ല, വേറെന്തോ ഒരു ഇമോഷൻ എനിക്ക് അവിടെ ഉണ്ട്. ആ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഞാൻ എന്നെ കൂടി അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ദേഷ്യത്തിന്റെ രൂപത്തിൽ ഞാൻ എൻ്റെ മക്കളോട് പെരുമാറുമ്പോൾ എനിക്ക് അത് തൽക്കാലം ഞാൻ അവിടെ മറച്ചു വെക്കുകയാണ്. അതേസമയം അതിനെ റിലീസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതെന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അവയർനെസ് ഉണ്ടായിരിക്കുക, എനിക്ക് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നല്ല കാമൻ അല്ലെ, ആ കാംനെസ് ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല എങ്കിൽ കൂടി ഒരു പരിധി വരെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അതിന് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഹോൾഡ് ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ വീണിട്ട് വെള്ളത്തിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല നമ്മൾ. അല്ല താമര പോലെ, ലോട്ടസ് പോലെ അതിനോട് ഒട്ടാതിരിക്കുക, അതായി മാറാതിരിക്കുക. അതായി മാറിക്കഴിഞ്ഞാൽ ലോട്ടസിന് അതിന്റെ ഭംഗി നഷ്ടപ്പെടും. അതിനോട് ഒട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടും. അതിന് ലോട്ടസ് ചീത്തയാകും. പക്ഷെ ലോട്ടസിന് എന്താ പറയാ, ആ ഒരു സേഫ്റ്റി മെക്കാനിസം അതിനുണ്ട്. അതിന്റെ ബോഡി അങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. പക്ഷെ നമുക്കത് നടക്കൂലെങ്കിൽ വി ഹാവ് ടു, നമ്മൾ വെള്ളത്തിൽ വീണ ആളെ കുറിച്ച് പറഞ്ഞ പോലെ നീന്താൻ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഒട്ടാതിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാഞ്ഞിട്ട്, കാരണം ചെളി ഉണ്ടാകും ചുറ്റിലും, സൊസൈറ്റിയിൽ പല തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിൽ പഠിക്കാതിരുന്നിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ അതോട് ഒട്ടിച്ചേർന്ന്, അല്ലെങ്കിൽ അത് നമ്മളോട് ഒട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമല്ല. കാരണം നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇല്ലേ? അത് മാത്രമല്ല, അതാണ് ഞാൻ മൂന്നാമത് പറയാൻ പോകുന്നത്. നമുക്ക് മൂന്നാമത്തെ പില്ലറായിട്ട് ഒരുപാട് ഇമോഷണൽ റെഗുലേഷൻ ടൂൾസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ എന്റെ കോഴ്സിൽ വന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതിൽ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് വർക്ക് ചെയ്യാം അല്ലെ. ഒരുപാട് ബ്രീത്ത്. അത് പലപ്പോഴും എന്താ ചെയ്യാന്നറിയാം, നമ്മൾ പലപ്പോഴും ഈ ഒരു അവസ്ഥ രോഗം വരുമ്പോഴാണ് ചികിത്സിക്കുക. പക്ഷേ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും ഇല്ലേ? ഇതേപോലെയാണ് നമ്മൾ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പലപ്പോഴും നമ്മൾ അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. പലപ്പോഴും പഠിച്ചവനെ പോലും വിളിക്കാൻ നമ്മൾ മറന്നു പോകുന്ന സമയത്ത് പഠിച്ചവനെ വിളിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അല്ലെ പഠിച്ചവനെ വിളിക്കും. അതേപോലെ ഈ റെഗുലേഷൻ ടൂൾസ് നമ്മൾ എന്നാ ഒന്ന് പരീക്ഷിച്ച് കളയാം. ഇപ്പൊ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് വരുന്നത്, വല്ലാത്തൊരു ഇമോഷണൽ ഡിസ്ട്രസ് വരുന്നുണ്ട്, വല്ലാത്ത പ്രശ്നം വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും എന്താ പറയാ, അതിൽ വരുന്ന ഒരുപാട് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ വരും ചിലപ്പോ, മാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അത് വരൂല എന്നല്ല, പക്ഷെ എന്നാലും അധികവും നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരുപാട് ടൂൾസ് നമ്മൾ ആദ്യമേ ഇങ്ങനെ യൂസ് ചെയ്തിട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി കുളിക്കുന്ന പോലെ, ഡെയിലി പല്ല് തേക്കുന്ന പോലെ, ഈ നമ്മുടെ ഒരു ലൈഫിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ
നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. എന്താണാവോ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കിപ്പോ പണ്ടത്തെ പോലത്തെ ആ ഒരു ഇത് വരുന്നില്ലല്ലോ, ആ ഒരു ഇമോഷണൽ കൺട്രോൾ വരുന്നുണ്ടല്ലോ, എനിക്കിപ്പോ പണ്ടത്തെ പോലെ ആ ഒരു ഫീലിംഗ് നമുക്ക് തന്നെ അത് അല്ലെ, നമുക്ക് തന്നെ അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രീത്ത് വർക്ക് ചെയ്യാം. പല ടൈപ്പ് ഓഫ് ബ്രീത്ത് വർക്ക് ഉണ്ട്. പ്രാണായാമ പോലെയുള്ള, കപാൽപാതി പോലെയുള്ള, ബോക്സ് ബ്രീത്തിങ് പോലെയുള്ള ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ശ്വസനത്തിനെ നമ്മൾ നിയന്ത്രണത്തിലാക്കുക എന്ന് പറഞ്ഞാൽ, ശ്വസനം നമുക്ക് നിയന്ത്രിക്കുന്ന സംഗതിയല്ല, നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടെടുക്കാനും കഴിയില്ല. പക്ഷെ എന്നാലും നമ്മൾ മൈൻഡ്ഫുൾ ആവാന്ന് പറയും. മൈൻഡ്ഫുൾ ആവാന്ന് പറയും. ആ മൈൻഡ്ഫുൾ ആവാൻ വേണ്ടി ഒരു ഡെയിലി 2-3 തവണയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മോർണിംഗിലെങ്കിലും നമ്മളൊരു ബ്രീത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ അവരുടെ ഇമോഷണൽ റേറ്റ് ഒരുപാട് അല്ലെ, ആ ഇമോഷണൽ കൺട്രോൾ ഒരുപാട് അവർക്ക് കിട്ടുന്നതായിട്ട് പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശ്വാസത്തെ ഒന്ന് അറിഞ്ഞ് അല്ലെ, ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജേർണലിംഗ് ചെയ്യുന്നത് ഏറ്റവും വലിയ, നമുക്ക് എന്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് ഒരാൾ പിന്നെ ഇങ്ങനെ ഒരു പറഞ്ഞു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അവർക്ക് ജേർണലിംഗിന്റെ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തു. അത് ചെയ്തപ്പോൾ അവർക്ക് വളരെയധികം ആ ഒരു റിലാക്സേഷൻ, പക്ഷെ ഒരു റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകണം നമ്മളും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഒരു ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, പലതരം ജേർണലിംഗ് ഉണ്ട്. നമുക്ക് ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പോലെ, ഫൊർഗിവ്നെസ് പോലെ, അതേപോലെ തന്നെ നമ്മുടെ തോട്ട് ജേർണൽ എഴുതാം, നമ്മുടെ ഫ്ലാഷ് തോട്ടിലെ അങ്ങനത്തെ തോട്ട്സിന്റെ ജേർണൽ എഴുതാം. ഇത് നമുക്കൊരു പെട്ടെന്ന് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കാനില്ല അല്ലെ, ഞാന് അല്ലെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും ഇല്ല? പ്രത്യേകിച്ചും ആലോചിക്കേ, കുടുംബത്തില് നമ്മുടെ ലൈഫിന്റെ നമ്മൾ ഹാഫ് അല്ലെ, ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അത് ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ്, വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ് അല്ലെ. എത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ്ങിലും സ്നേഹത്തിലും ആയിരിക്കും അവർ ഒന്നിച്ചിട്ടുണ്ടാവുക അല്ലെ. എത്രമാത്രം സ്നേഹത്തോടെ അവര് ഒരുപാട് ദിനങ്ങൾ, ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ലൈഫിന്റെ തന്നെ ഒരുപാട് എനർജിയും ലൈഫ് തന്നെ കൊടുത്ത് ജന്മം കൊടുക്കുന്ന മക്കള് അല്ലെ, ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് ഇവിടെയൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല. അപ്പൊ അത്രയും ലൈഫിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ ജീവന്റെ ജീവൻ എന്ന്, എൻ്റെ കരളിന്റെ കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ലൈഫിന്റെ പാർട്ട്നേഴ്സ് ഒന്നിക്കുന്നതും, അല്ലെങ്കിൽ ആ മക്കളെ, ആ കുട്ടിക്കാലത്ത് കുട്ടികളെ വളർത്തുന്നത്, അല്ല ആ കുട്ടിയെ വളർത്തിയെടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ആ ഒരു കെയറിങ്ങും, ആ കുട്ടിയെ ആ ഒരു ഏറ്റവും ചെറുതാവുന്ന സമയത്ത് എത്ര വേണമെങ്കിലും ഉറക്കമൊഴിക്കാനും, എത്ര വേണമെങ്കിലും സ്ട്രഗിൾ ചെയ്യാനും, ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉറക്കം ഒഴിച്ച് നിന്നിട്ട് ആ കുട്ടിയെ നോക്കി വളർത്തി വലുതാക്കി. ചിലപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ പല പാരൻസിനും ഉണ്ടാവും. ഈ പാരൻസിന് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം? എന്താ പറയാ, വിവാഹം കഴിക്കാൻ തയ്യാറാവാത്ത ഇന്ന് സൊസൈറ്റിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരു, ഇതൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആണ് ഇവര്. അവിടെ അവർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, ഇപ്പോ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അവിടെ ഈ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്കുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ആവശ്യമാണോ ആവശ്യമല്ലേ? വേണോ വേണ്ടേ? യെസ് ഓർ നോ? അത്യാവശ്യമാണ്. അത്യാവശ്യമാണ്, വേണമെന്നല്ല, അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും പാരന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരന്റ്സിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ സംഗതി ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പൊ പാരന്റിങ് കോച്ച് എന്നുള്ള രീതിയിൽ പലതും പാരന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പം അത് വിടാം. അപ്പൊ ഇവിടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ജേർണലിംഗ് ഒരു മെത്തേഡാണ് അല്ലേ? ജേർണലിംഗ് ഒരു മെത്തേഡാണ്. അതേപോലെ നമുക്ക് ഇന്നർ ചൈൽഡ് ഡയലോഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം.
പിന്നെ നമുക്ക് ഈ തെറാപ്പീസ് കാര്യങ്ങൾ EFT ടാപ്പിംഗ് പോലെയുള്ള തെറാപ്പീസ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്. ഇമോഷൻസിനെ തന്നെ ഫ്രീ ആക്കുന്ന, ഇമോഷണലി നമ്മൾ ഫ്രീഡം കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ടൂൾസ് ആണ്. മൂന്നാമത്തെ പില്ലറായിട്ട് ടൂൾസ് യൂസ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടിയൊരു ഇമോഷണൽ പാറ്റേൺ ഉണ്ട്. അതിനെ റീറൈറ്റ് ചെയ്യാം. അതിനെ റീറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എവിടെയോ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ മായ്ച്ചിട്ട് എറേസർ കൊണ്ട് മായ്ച്ചിട്ട് അതിനെങ്ങനെ വീണ്ടും മാറ്റി എഴുതാന്നുള്ള അങ്ങനെ ഒരു പ്രോസസ് അല്ല. ഇത് എവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ ബ്രെയിനിനകത്താ. ന്യൂറൽ പാത്വേസ് ആയിട്ട് ഇതിനുള്ളിൽ സ്റ്റോർഡ് ആണ് സംഗതി അല്ലേ. അത് പലപ്പോഴും നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മളെ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, സെൽഫ് പാരന്റിങ് കോഡ് എന്ന് പറഞ്ഞിട്ട്. സെൽഫിനെ നമ്മൾ പാരന്റ് ചെയ്യാണ്. അവിടെ ഈ റീറൈറ്റിംഗോ ഇമോഷണൽ പാറ്റേൺസ് ആ സംഭവിക്കുന്നത്. സെൽഫിനെ പലപ്പോഴും നമുക്കിത് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പാരന്റിങ്, ആ പാരന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് പാരന്റിംഗ് അല്ലാതെ തന്നെ വളർന്നു വന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുള്ള ആളുകളും, കെയർ ഗിവേഴ്സും, ടീച്ചേഴ്സും, സിബ്ലിങ്സും, കുടുംബക്കാരും, മാമന്മാരും ഒക്കെ നമുക്ക് തന്ന, അത് വിശദീകരിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഇവരൊന്നും വന്നിട്ട് അത് ഞാൻ അന്ന് അങ്ങനെ എഴുതിപ്പോയതാട്ടോ, അത് മായ്ച്ചു കള, ഞാൻ അവിടെ വേറൊന്ന് പറഞ്ഞുതരാം, ആരും വരൂല. സോ വി ഹാവ് ടു പാരന്റ് അവർസെൽസ്. നമ്മളെ പാരന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്, ആ റീറൈറ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ. അപ്പൊ അതിലേക്ക് പിന്നെ ഇനി അഞ്ചാമത്തെ ഒരു പില്ലറും കൂടെ പറയാണ്. അഞ്ചാമത്തെ പില്ലർ എന്ന് പറഞ്ഞാല് അവിടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ലൈഫിനെ കൺട്രോൾ ചെയ്യലല്ല, നമ്മുടെ ലൈഫിനെ അല്ല നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അഞ്ചാമത്തെ പില്ലർ എന്ന് പറഞ്ഞ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ റീറൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് അല്ലെ, നമ്മളൊക്കെ പലരെയും, നമ്മളൊക്കെ ലൈഫിൽ നമുക്കൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾ ഉണ്ട്. നമ്മളൊക്കെ മറ്റുള്ളവരെ ഉണർത്തേണ്ടവരാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉണർവ് കൊടുക്കേണ്ടവരാണ്. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലെങ്കിലും ഇല്ലേ. അപ്പൊ ആ ഉണർത്തണമെങ്കിൽ ആദ്യം ഉണരണ്ടേ. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ ഉണർത്താൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റൂല. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സ്വയം ഒന്ന് എന്താണ്, ഉണരലാണ്. ആ ഇന്നർ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യലാണ്. നമ്മൾ ആ ഇമോഷൻസിന്റെ ആ സെക്കംസ്റ്റൻസിലൊക്കെ നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതാണ് അഞ്ചാമത്തെ പില്ലർ. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? അവയർനെസ് ഉണ്ടായിരിക്കണം. ഇമോഷൻസിന് എന്ത് ഇമോഷനാണ് എനിക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കണം. രണ്ടാമത്തത് അതിനെ ആക്സെപ്റ്റ് ചെയ്യലാണ്. ഒരിക്കലും ആ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ പിടിച്ചു വെക്കലോ അല്ലെങ്കിൽ അതിനെ അല്ലെ ആ ഇമോഷൻസിനെ തന്നെ ബ്ലെയിം ചെയ്യുക. എന്തൊരു ദേഷ്യം എനിക്ക് അല്ലെ, ഞാൻ എപ്പോഴും ഇങ്ങനെയാ, അതിനെ നമ്മളെ കുറ്റപ്പെടുത്തലോ, ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ നമ്മൾ റെഗുലേഷൻ ടൂൾസ് യൂസ് ചെയ്യാം. നാലാമത്തത് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുക, സെൽഫ് പാരന്റിങ്ങിലൂടെ റീറൈറ്റ് ചെയ്യുക. അഞ്ചാമത്തത് ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു അഫർമേഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഐ എം സേഫ്, ഐ ക്യാൻ ഫീൽ മൈ ഫീലിങ്സ്. ഒന്ന് എന്തൊരു ദേഷ്യം വരുമ്പോഴും സങ്കടം വരികയാണ്, ഐ ക്യാൻ ഫീൽ മൈ ഫീലിങ്സ്. ഞാൻ സാഡ് ആണ് എന്ന് പറയുന്നതിനേക്കാളും ഐ ക്യാൻ ഫീൽ, ഐ ആം സാഡ്. ഞാൻ സാഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ബട്ട് മൈ ഫീലിങ്സ് ഡോണ്ട് കൺട്രോൾ മീ. പക്ഷെ എന്റെ ഫീലിങ്സ് എന്നെ കൺട്രോൾ ചെയ്യുന്നില്ല. ഐ ഫീൽ ഇറ്റ്, ജസ്റ്റ് ഫീലിംഗ് ഇറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവിടെ എന്തായപ്പോ ആ ലോട്ടസ് നിൽക്കുന്ന പോലെ ആയി. അപ്പൊ നമ്മൾ ഐ ഫീൽ മൈ ഫീലിങ്സ് ആൻഡ് മൈ ഫീലിങ്സ് ഡോണ്ട് കൺട്രോൾ മീ. ഐ എം സേഫ്. ഞാൻ സേഫ് ആണ്, എനിക്ക് ഇന്ന ഫീലിങ്സ് വരുന്നുണ്ട്, പക്ഷെ എന്റെ ഫീലിങ്സ് ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യുന്നില്ല. ഐ ക്യാൻ ഗൈഡ് ദം. എനിക്ക് അതിനെ ഗൈഡ് ചെയ്തിട്ട് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് കൊണ്ടുപോകാം. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളോട് എന്നൊന്ന് ചോദിക്കാം. പേനയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. വാട്ട് ഇമോഷൻസ് കൺട്രോൾ മീ മോസ്റ്റ്? എപ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എന്നെ അധികവും കൺട്രോൾ ചെയ്യുന്ന ഇമോഷൻ. അത് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ ഒരു റിയലൈസേഷൻ, അത് ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ്.
ഇന്ന ഇമോഷൻ ആണല്ലേ എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആ നിക്കട്ടെ. അപ്പൊ അത് എന്നെ കൺട്രോൾ ചെയ്യാനുള്ളതല്ല. വി ഹാവ് ടു കൺട്രോൾ ദാറ്റ്. അപ്പൊ അത് നമ്പർ 1 ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ഇമോഷൻ ആണ് എന്നെ കൺട്രോൾ, അധികം എന്നെ കൺട്രോൾ ചെയ്യുന്ന ഇമോഷൻ എന്താണ്? ദേഷ്യമാണോ? കിട്ടിയോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവോ എന്ത് ഇമോഷൻ ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം. നിങ്ങളെ നിയന്ത്രിക്കുന്ന, പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാത്ത പ്രതികരണങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായി പോകുന്ന ഇമോഷൻ ഏതാണ്? ആരാ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാ? പറ്റുന്നവരൊന്ന് ടൈപ്പ് ചെയ്ത് കാണട്ടെ. നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കാത്ത തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്ന. ആങ്കർ ഉണ്ട് അല്ലേ, സങ്കടം ഉണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ആങ്കർ ഉണ്ട്, ഫിയർ ഉണ്ട്. ആങ്കർ ആണ് അധികവും വരുന്നത് അല്ലേ. ആങ്കർ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനല്ല, അധികവും എന്നെ കൺട്രോൾ ചെയ്യുന്ന ഫീലിങ്സ് ആങ്കർ ആണ്. ഓക്കെ. എന്നാൽ ആ ഇമോഷൻസിനെ വീണ്ടും വീണ്ടും വളർത്തുന്ന, അല്ലെങ്കിൽ അതിനെ ഫ്യൂവൽ ചെയ്യുന്ന എന്തോ ഒരു വിശ്വാസം. എനിക്ക് ദേഷ്യം വരുന്നത് തീർച്ചയായിട്ടും കണക്റ്റഡ് ടു ബിലീഫാണ്. ഏതൊരു ബിലീഫുമായിട്ട് കണക്റ്റഡ് ആണത്. എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു വിശ്വാസം, അത് അത്രയും സ്ട്രോങ് ആയിട്ട് എന്റെ ഇമോഷൻസ് എന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, എനിക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഉള്ളിൽ തറഞ്ഞു പോയ ഉറച്ചു പോയ ഒരു വിശ്വാസം. അത് എന്താണെന്ന് പറയാമോ? എൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ച് അല്ലെ, ഞാൻ ഇങ്ങനെയാണ് എന്ന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? അത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം. കുറ്റബോധം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോപണം ഉണ്ടാവുമ്പോൾ, പിന്നെ ആരോപണങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലെ, വിഷമം വരും, ചിലപ്പോൾ ദേഷ്യം വരും, പല ഫീലിങ്സും വരും. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട്? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താ? അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു അഭിപ്രായം എന്താ? വിശ്വാസം പോട്ടുള്ള അഭിപ്രായം എന്താ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്ന ഒരു ഇന്നർ വോയിസ് എന്നൊക്കെ പറയാം. ആരോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഗുഡ് ആണ്, ഗ്രേറ്റ് റിജിന, ഗുഡ് ഫീലിംഗ് ആണ്. പിന്നെ ഒരു കാര്യം ചെയ്യാനൊക്കെ പോകുമ്പോ ഗുഡ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് ഇന്നസെന്റ് ആണ് ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ്. എല്ലാവർക്കും നല്ല ഫീലിങ്സേ ഉള്ളൂ. ഗുഡ്, ഗ്രേറ്റ്, നല്ല ഫീലിങ്സ് ആണ് അല്ലെ. അപ്പൊ ഒന്നുകൂടെ ആലോചിച്ച് നോക്കട്ടോ. ജസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, പെർഫെക്റ്റ് ആവണം എന്ന് തോന്നുന്നുണ്ട്. ഐ എം നോട്ട് പെർഫെക്റ്റ് എന്ന് തോന്നുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന ഒന്നുകിൽ കുറ്റബോധം, അല്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലൊരു കുറ്റബോധം ഉണ്ടാവും. സമയത്തിന് മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറെ സ്ക്രോളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു കുറ്റബോധം വരാനുണ്ട്. പിന്നെ അതേപോലെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സങ്കടം വരാനുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്നെ കേൾക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് വേണ്ട പരിഗണന തരുന്നില്ല, അവിടെ നമുക്ക് സങ്കടം ഉണ്ടാവാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് പലപ്പോഴും നമ്മുടെ ഇമോഷൻസിന് കാരണം അല്ലെ. അതാണ് നമ്മുടെ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഇമോഷൻസിനെ, ഈ പറയുന്ന ഇമോഷൻസിനെ ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇമോഷൻസിന്റെ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ, ഞാൻ ഇമോഷണലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും? എങ്ങനെ ഉണ്ടാവും? വാട്ട് വിൽ ചേഞ്ച് ഇൻ മൈ ലൈഫ്? വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ് ഇഫ് ഐ മാസ്റ്റർ ഇമോഷണൽ സ്റ്റെബിലിറ്റി? ഞാൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞുകൂടാ, ഒരു വലിയൊരു സംഭവം എന്തായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലെ. മെന്റൽ ഹാപ്പിനെസ്, അതല്ല നമുക്ക് വേണ്ടത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആക്കിയെടുക്കാനല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അടിപൊളിയിലേക്ക് എത്താൻ വേണ്ടി, അത് അടിപൊളിയായിരിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു കോൾ ടു ആക്ഷൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, കോൾ ടു ആക്ഷൻ അല്ല, ഒരു സംഗതി പറയാനുള്ളത്, ഒരേ ഇമോഷണൽ പാറ്റേണിലൂടെയാണ് നിങ്ങൾ എന്നും രാവിലെ എണീക്കുമ്പോൾ ഒരേ ഫീലിംഗ്, എന്നും കിടക്കാൻ പോകുമ്പോൾ ഒരേ ഫീലിംഗ്, ദിവസം മുഴുവൻ ഒരേ ഫീലിംഗ്. അങ്ങനെയാണെങ്കിൽ
പക്ഷെ ലൈഫിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻസ് സെയിം പാറ്റേൺ ആണെങ്കിൽ സംശയമില്ല, ദ സെയിം ലൈഫ് ഓൾസോ റിപ്പീറ്റ്. ഒരേ ഇമോഷണൽ പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ അതേ പാറ്റേൺ ആയിരിക്കും നമ്മുടെ ലൈഫും, അതേ പാറ്റേൺ അതേ ലൈഫ് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എന്താണ് ആ പാറ്റേൺ ഓഫ് ഇമോഷൻസിന് നമ്മൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ ആ ഒരു യെസ് വാവ് അൽഹംദുലില്ലാ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ആരുടെയൊക്കെയോ ഉള്ള ദേഷ്യം, ആരുടെയൊക്കെയോ ഉള്ള ഒരു സങ്കടം, ഒന്ന് മനഃപൂർവ്വം ദേഷ്യം ഉണ്ടാവുന്നല്ല, അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയോ ഒരു സങ്കടം, പരാതി, പരിഭവം ഇതൊക്കെ ആയിട്ട് അതാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അതേ ലൈഫ് തന്നെയൊക്കെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 പില്ലേഴ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ ഇമോഷണലി സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോൾ റെജിന പറഞ്ഞ പോലെ അടിപൊളി ആവുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ബെറ്റർ ആയിരിക്കും. അതേപോലെ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഹെൽത്തി ആയിരിക്കും. ആർക്കും പരസ്പരം കംപ്ലൈന്റ് ചെയ്യാൻ ഉണ്ടാവില്ല അല്ലേ? അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ തീരൂല. നമ്മൾ സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കോൺഫിഡന്റ് ആയിരിക്കും, നമുക്ക് ക്ലാരിറ്റി കിട്ടും, പീസ്ഫുൾ ആയിരിക്കും. നമ്മൾ പോലും അറിയാണ്ട് ആ ഇമോഷണലി സ്റ്റേബിൾ ആവുക എന്ന് പറയുമ്പോൾ ഒരു ഇന്നർ സൈലൻസ്, ഇന്നർ കാംനെസ് വരെയാണ്. ഇന്റേണലി സൈലൻസ് എന്ന് പറഞ്ഞാല് ലൈഫ് ബിക്കംസ് എന്താണ് ക്ലാരിറ്റി അല്ലെ? ലൈഫ് ക്ലാരിറ്റിയിലാവുക എന്നുള്ളതാണ്. ഇന്നർ സൈലൻസ്, ഇന്റേണൽ പീസ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഇമോഷണലി സ്റ്റേബിൾ ആയ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഇന്നർ സൈലൻസ്. അത് ലൈഫിലെ ക്ലാരിറ്റിയാണ് കൊണ്ടുവരുന്നത്, പീസ് ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഇമോഷണൽ ചെക്ക് അല്ലെ, ഇമോഷണൽ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ഒരു ഇന്ന സ്കെയിൽ ഓഫ് എന്താ പറയാ 1 to 10 അല്ല, അതിനൊരു സ്കോർ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ഇമോഷണൽ ചെക്കിംഗ് അല്ലെങ്കിൽ ഒരു സംഗതി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മളത് അറിയാന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? പിന്നെ അത് അറിയാന്നുള്ളതാണ്. അപ്പൊ അത് അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-to-1 സിറ്റിംഗ്, അതിന് പ്രത്യേകിച്ച് പേയ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ഫ്രീ പേഴ്സണൽ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നോക്കണം ആഗ്രഹം ഉണ്ടോ? ആർക്കൊക്കെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആർക്കൊക്കെ ഇമോഷണൽ ചെക്കിംഗ് നടത്താൻ ആഗ്രഹമുണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എനിക്കുണ്ട്. ഉണ്ട്, താല്പര്യമുണ്ട്. വേറെ ആർക്കാ ഉണ്ട്, താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്? വേറെ ആർക്കാണ് താല്പര്യമുള്ളവർക്ക് യെസ് 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 എന്ന് പറയൂ. യെസ്, ഇമോഷണൽ ചെക്കിംഗ് നടത്തണം അല്ലെ? ആ നടത്താന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ഇന്റേണൽ അവയർനെസ് ആണ്. അപ്പൊ നമുക്കൊരു 1-to-1 സിറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ, ഈ ഒരു പേഴ്സണൽ നമ്പർ അല്ല കേട്ടോ, പേഴ്സണൽ നമ്പർ പലർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പേഴ്സണൽ നമ്പർ കളക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഇതില് മെസ്സേജ് ചെയ്യാം. ഒരു എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്താൽ പോരാ, ഇന്നത്തെ നാളെ 10 മണിക്ക് മുന്നായിട്ട് കേട്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഞാനിവിടെ ചാറ്റ് ബോക്സിൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമോഷണൽ ചെക്കിങ്ങിന് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ആ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് ഇതിനൊരു ഫീയും ഇല്ല, ഫ്രീ ആണ്. ഒരു ഇമോഷണൽ ചെക്കിങ് നടത്തുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണ് എൻ്റെ ഒരു മഴയുടെ ശബ്ദം എന്ന് പറയുന്നുണ്ട് അല്ലേ? കൗലത്ത് മാം, ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പൊ നമുക്ക് അറിയാം നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ എന്നുള്ളത്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരുപാട് ആളുകൾ യെസ് യെസ് ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ക്ലോസിംഗ് തോട്ടോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു നമ്പറിൽ എനിക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് ടു ചെക്ക് മൈ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടീഷൻ യെസ് എന്താണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ആദ്യം മെസ്സേജ് ചെയ്യുന്ന ഒരു 10 പേർക്ക് അല്ലേ, ഒരുപാട് ആളുകളാകുമ്പോൾ ഒരു ഇതാവും. അതുകൊണ്ട് ആദ്യം മെസ്സേജ് ചെയ്യുന്ന 10 പേർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, ഞാനത് ഇത് കഴിഞ്ഞിട്ട് ഞാനത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാല് ഇമോഷൻസ് ആർ മെസ്സഞ്ചേഴ്സ്. ഇതൊരു മെസ്സഞ്ചർ ആണ്, മെസ്സേജ് അല്ല, മെസ്സഞ്ചർ ആണ്, അല്ലാതെ മാസ്റ്റേഴ്സ് അല്ല. എപ്പോഴും നമുക്ക് അല്ലെ ഒരു മെസ്സേജ് കൊണ്ടുതരുന്ന ആ മെസ്സേജിനെ നമ്മൾ
ആ മെസ്സഞ്ചറെ ഇട്ട് നമ്മൾ ബുദ്ധിമുട്ടാക്കരുത്. ആ മെസ്സഞ്ചറെ കം ആൻഡ് ഗോ, ദാറ്റ്സ് ഓൺലി, ആൻഡ് റിസീവ് ദ മെസ്സേജ്. നമ്മൾ അതിൽ നിന്ന് മെസ്സേജ് എടുക്കുക വേണ്ടത്. ആ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആങ്കർ ആണെങ്കിലും സംതിങ് വർക്കിംഗ് ഇൻസൈഡ് അസ്, ഉള്ളിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നത് എന്താണ്, അത് തരുന്ന മെസ്സേജിനെ ഉൾക്കൊള്ളാതെ ആ മെസ്സഞ്ചറെ നമ്മൾ ബ്ലെയിം ചെയ്തത് കൊണ്ടോ ആ മെസ്സഞ്ചറോട് നമ്മൾ ആ മെസ്സഞ്ചർ വന്നതിന്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരോട് റിയാക്ട് ചെയ്തോണ്ടോ കാര്യമല്ല. വി ഹാവ് ടു എന്താ നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അല്ലേ? കൗലത്തുമാൻ കേട്ടില്ല എന്ന് പറഞ്ഞ ഒരു 1-to-1 സെഷനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1-to-1 സെഷനെ കുറിച്ച്, അതായത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1-to-1 സെഷൻ നിങ്ങൾക്ക് ഇരിക്കാം. അപ്പോൾ അത് എപ്പോഴാന്നുള്ളത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്കും അല്ല എന്റെയും ഒരു കൺവീനിയന്റ് ടൈം നോക്കിയിട്ട് പറയാം എപ്പോഴാന്നുള്ളത്. ഒരു ബുക്കിംഗ് നമുക്ക് അറേഞ്ച് ചെയ്യാം, ഒരു സിറ്റിംഗ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇമോഷൻസ് ആർ നോട്ട് എനിമി, അല്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് എ മെസ്സഞ്ചർ. ടേക്ക് മെസ്സേജ് ഫ്രം ഇറ്റ്, അല്ലെ? അതിനൊരു മെസ്സേജ് എടുക്കാം, ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞ ഈ 5 പില്ലേഴ്സ് ഒരിക്കലും അസുഖം വരുന്നവരെ കാത്തിരിക്കാതെ ആ ഒരു നമ്മുടെ ടൂൾസ് കാര്യങ്ങൾ ബേസിക് ലെവലാണ്, അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഇമോഷണൽ സ്റ്റേബിൾ ആയ ഒരു ലൈഫ് വിഷ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആഫ്റ്റർ ദാറ്റ് ഒരു 2-3 മിനിറ്റ് ഉണ്ട്, 9 മണിക്ക്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാം, ഇതേപോലെ ഇന്നും ഞാൻ മാമിന്റെ ക്ലാസ് കിട്ടുന്ന ആഗ്രഹിച്ച ദിവസം തന്നെ എനിക്ക് മാമിന്റെ ക്ലാസ് കിട്ടി. താങ്ക് യു റിച്ചിന മാം. എന്തായിരുന്നു പ്രത്യേകിച്ച് ആഗ്രഹിക്കാൻ? സങ്കടം എന്ന് പറഞ്ഞു നേരത്തെ, അല്ലേ? സങ്കടം തന്നെ. നോ പറയാനോടത്ത് ഇപ്പൊ നമുക്ക് എല്ലാ സമയത്തും നോ പറയാൻ പറ്റിയെന്ന് വരും. അതൊക്കെ നമ്മുടെ ആ ഒരു ഇമോഷണൽ ചെക്കിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്, ആ ഇമോഷൻസിന്റെ മുകളിലാണ് നമ്മൾ. ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേന്നുള്ള നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇമോഷണൽ സ്റ്റേബിൾ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കൈവരുന്നത്. ഓക്കെ, ഹാപ്പി ആയോ? സെഷൻ ഓക്കെ ആണോ? തീർച്ചയായിട്ടും ഹാപ്പി. താങ്ക് യു. ഇവിടെ ഗുഡ് ഈവനിങ്. ഇവിടെ ഇടിയും മഴയൊക്കെ ഇനി, അതുകൊണ്ട് നേരാ കയറിയത്. സോറി. നല്ല മഴ, അടിപൊളി മഴ. അടിപൊളി മഴ. എനിക്ക് മാമിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം കൂടുതൽ അവയർനെസ് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാൻ വാടക വീട്ടിലാണെന്ന് പറഞ്ഞില്ല. ഞാൻ അന്ന് മാമിനോട് പറഞ്ഞു എനിക്ക് എന്റെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മനിയാന്ന് എന്റെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ വീടെടുത്തോടിക്ക് പോലും പ്ലാൻ കിട്ടിയില്ല. ഞാൻ വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് പ്ലാൻ കിട്ടി. നീ വീടുണ്ടാക്കണം ആഗ്രഹത്തിലാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സൽമാ മാം, താങ്ക് യു സോ മച്ച്. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. താങ്ക് യു. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ് ഓർ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. അപ്പൊ പേഴ്സണലി 1-to-1 സിറ്റിംഗ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സാറ്റർഡേസിൽ ഇത്ര ലോങ് ആവാതെ നമുക്ക് സെഷൻസ് വരും. എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെഷനിൽ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.